ഞങ്ങൾ ഇതാണ്ട് രാവിലെ ഇറങ്ങിയേക്കുവാണ്. എവിടെയാ പോകുന്നേ? ത്രെഡ് ചെയ്യാൻ പോവാ. എവിടെ പോവാ? പാർലറിൽ പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ പാർലറിൽ പോവാന്ന്. അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. തലേന്ന് കറണ്ട് പോയതുകൊണ്ട് നമ്മൾ ബ്രോൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ പിറ്റേന്ന് ഫ്രൈഡേ ആണ്. നമ്മൾ മോർണിംഗ് തന്നെ പാർലറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം മക്കളൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയം ഞാനും നാത്തൂനും കൂടെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴേക്ക് ഐസുട്ടനും കുഞ്ഞി എണീറ്റു. ലേഹാമ്പാവയും കുഞ്ഞുവാവയും ഉറക്കമായിരുന്നു. പിന്നെ ഐസുട്ടനെയും കുഞ്ഞിയും ഞങ്ങളുടെ കൂടെ കൂട്ടി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ നടന്നാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് നടക്കാനും. മക്കൾക്കാകുമ്പോൾ ഇത്തിരി ദൂരം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മെഹബുള്ളയിൽ പുതുതായിട്ട് ഓപ്പൺ ആയ ഒരു ജ്വല്ലറിയാണ്. ജ്വല്ലറി സലൂണും ഒക്കെ ബ്രോൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. മക്കൾ നടന്നു പോയി കാറും വണ്ടിയും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ അത്ര സൂക്ഷിച്ചു വേണമല്ലോ കൊണ്ടുപോകാനും. നമ്മൾ പോയത് അമ്മാനി സലൂണിലാണ്. ഞങ്ങൾ പറയുന്നത് രാധച്ചേച്ചിയുടെ സലൂൺ എന്നാണ്. നാത്തൂൻ എപ്പോഴും അവിടെ പോകുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക്. അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ബൊട്ടീക്കും എല്ലാം ഉണ്ട് അവിടെ. നാത്തൂന് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു, ത്രെഡ് ചെയ്യണമായിരുന്നു. ഞാൻ ത്രെഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ പിന്നെ ചെറുതായിട്ട് എൻ്റെ ഹെയറും ഒന്ന് കട്ട് ചെയ്തു. ചേച്ചിയും സ്റ്റാഫും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ബ്രോൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അവിടെ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു കുഞ്ഞിയുടെ തലമുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കുളവായോ എന്നൊരു ഡൗട്ട്. ബിഫോർ ആഫ്റ്റർ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. പിന്നെ ഞാനങ്ങ് സമാധാനിച്ചു. മുടിയല്ലേ അങ്ങ് കിളിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഫേഷ്യൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ മക്കൾ ഉണരുവോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് വന്നു. ഇതൊക്കെ ചെയ്തത് നാട്ടിൽ പോകാനുള്ളൊരു പ്രിപ്പറേഷനാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതിയെ നടന്നു വന്നു. മക്കൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അവർ ഇത്രയും ദൂരം നടന്നു വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ലേഹാവാവ ഉണർന്നു. കുഞ്ഞുവാവ കിടന്ന് ഉറക്കം തന്നെ ആയിരുന്നു. വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും വിഷമമായി പോയി. ആ കുഞ്ഞിയുടെ തലമുടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. മുടിയല്ലേ പിന്നെ കിളിച്ചോളൂ എന്ന് സമാധാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.